PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UPSCക്കാർക്കുള്ള ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം LP UP ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ LPSC ഇന്റർവ്യൂ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ഇനി UPSC സെക്ഷനിലെ ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ UPSC സെക്ഷനിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യേണ്ടത്, LPSനേക്കാളും UPSൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് ഈ വീഡിയോക്ക് ചെയ്തിട്ടും ഒന്ന് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. UP സ്കൂൾ അസിസ്റ്റന്റിന് വേണ്ടി നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ UPSCക്ക് വേണ്ടി പഠിച്ചു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന ഉദ്യോഗാർത്ഥികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ റിവിഷൻ മാത്രമുള്ള ഉദ്യോഗാർത്ഥികളും പഠിച്ച് പകുതിയായ ഉദ്യോഗാർത്ഥികളൊക്കെ ആയിട്ട് നമ്മൾ സമഗ്രമായി UPSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന രീതിയിൽ 10 മോഡൽ എക്സാമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് 10 മോഡൽ എക്സാം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരുപാട് കറണ്ട് അഫേഴ്സ് പോലുള്ള ഗവൺമെന്റ് പോളിസികൾ, സൈക്കോളജി ഭാഗങ്ങൾ അങ്ങനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് UPSCക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും തയ്യാറാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ 10 മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ LP UP ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മെസ്സേജ് കാണുന്ന UP സ്കൂൾ അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂ ഉള്ള എല്ലാവരും മെസ്സേജ് അയക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് UP സ്കൂൾ അസിസ്റ്റന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ നേരിട്ട് ഒരു ടീച്ചിങ് പാനലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ പെർഫോം ഒരുപാട് കൺഫ്യൂഷൻസ് വരും. നമ്മുടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റോളം ആയിരിക്കും ഇന്റർവ്യൂ വരിക. ആ ഇന്റർവ്യൂവിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിലേക്ക് ഈ ഒരു ഇന്റർവ്യൂ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മാർക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. LPSനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടെ ഒരു പിടി ലെവൽ കൂടുതലായിരിക്കും UP സ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം LP എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. UP സെക്ഷനിലേക്ക് വരുമ്പോൾ 5 മുതൽ 7ാം ക്ലാസ് വരെയുള്ള സെക്ഷനിലേക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെയുള്ള സെക്ഷനിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് ആയിട്ട് നിങ്ങൾ UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂവിനെ LPനേക്കാളും കുറച്ചും കൂടി സീരിയസ്നെസ് ആയിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുന്ന പോലെ നമ്മൾ വാല്യൂ ചെയ്യുവാണ് അല്ലെ. അതായത് നമ്മൾ അവിടെ കയറി ഇരിക്കുന്നത് മുതലല്ല, നമ്മൾ ആ ഒരു നടത്തം, നമ്മുടെ ആ ഒരു സ്റ്റൈല്, നമ്മൾ വിഷ് ചെയ്യുന്ന രീതി, അതൊക്കെ നമ്മൾ ഒരു പ്രൊഫഷണൽ ടീച്ചറിന്റെ രീതി തന്നെ നമ്മൾ വിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും എല്ലാത്തിനും ആൻസർ പറയണം എന്നില്ല. അപ്പൊ അറിയാൻ പാടുള്ള ചോദ്യമൊക്കെ അവർ ചോദിക്കുവാണെങ്കിൽ സോറി മാം അല്ലെങ്കിൽ സോറി സർ എനിക്കത് അറിയില്ല എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് അവരോട് പറയുക. അങ്ങനെ നല്ലൊരു ഇന്ററാക്ഷൻ, അവിടെ ഒരു ഐ കോണ്ടാക്ട് തുടക്കം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ചെന്ന് നമ്മുടെ ജസ്റ്റേഴ്സ് ഒന്നും പുറത്തിറക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ ഇട്ടനക്കുക, കാലിട്ടനക്കുക, മുകളിലേക്ക് നോക്കിയിരിക്കുക, താഴേക്ക് നോക്കിയിരിക്കുക, വാ പൊളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തിക്കണം. നമ്മുടെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു അധ്യാപികയാണ് അല്ലെങ്കിൽ ഈ പോസ്റ്റ് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഒരു 20 മിനിറ്റത്തേക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് എത്ര പേടി ഉണ്ടെങ്കിലും അത് മാറ്റി വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേടി ഉള്ളിന്റെ ഉള്ളിലുണ്ടാകും. പക്ഷെ ആ ഒരു 20 മിനിറ്റിന്റെ പെർഫോമൻസ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ റാങ്കിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോ അറിയില്ലാത്ത ഉത്തരത്തെ നമ്മൾ തപ്പിത്തടഞ്ഞ് കൂടുതൽ വൃത്തികേടാക്കാതെ സോറി മാഡം എനിക്ക് അറിയില്ല അല്ലെങ്കിൽ സോറി സർ എനിക്കത് അറിയില്ല എന്ന് പറയുക. ക്ലാസ് എടുക്കാൻ നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിന് കൃത്യമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടും പഠിച്ചു പോകുക. അതിന് ടീച്ചിങ് എയ്ഡ്സ് എങ്ങനെ ഉപയോഗിക്കണം, ബോർഡിൽ എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് വീട്ടിൽ ചെയ്ത് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ള 1-2 പേരെയൊക്കെ പിടിച്ച് മുമ്പിൽ ഇരുത്തിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. എന്താണ്, നമ്മൾ UP സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതൊരു സബ്ജക്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ സ്പെസിഫിക് സബ്ജക്ട് മാത്രമായിരിക്കില്ല. നമ്മുടെ സ്പെസിഫിക് സബ്ജക്റ്റിന് നല്ലൊരു നോളജ് വേണം. അപ്പൊ നിങ്ങളൊരു PG ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ PG ഉള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവരുണ്ടായിരിക്കാം. നിങ്ങൾ ഡിഗ്രിയും PGയും എന്തിലാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഹിസ്റ്ററി പഠിച്ചവരാണോ അല്ലെങ്കിൽ ഇക്കണോമിക്സ് പഠിച്ചവരാണോ ജോഗ്രഫി പഠിച്ചവരാണോ, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചൊരു ആഴത്തിൽ അറിഞ്ഞിരിക്കുക. ആരാണ് അതിന്റെ ഫാദർ,
ഇപ്പൊ എക്കണോമിക്സ് ആണ്, എക്കണോമിക്സിന്റെ ഫാദർ ആരാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പഠിക്കുന്നതിനോടൊപ്പം മറ്റുള്ള സബ്ജക്റ്റുകളിലെ ചെറിയ ചെറിയ ടോപ്പിക് എങ്കിലും പഠിച്ചെടുത്ത് പോകുന്നത്. ലാംഗ്വേജ് പഠിച്ചിട്ട് ഹിന്ദി മാക്സും ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ബിരുദധാരി ആണെങ്കിൽ ഇംഗ്ലീഷിലെ ടോപ്പിക്ക് മോഡൽ എടുത്ത് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഹോബി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹോബി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹോബിയെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അതുപോലെ എങ്ങനെയാണ് ക്ലാസ് പ്രസന്റ് ചെയ്തേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഒരു ക്ലാസ് എടുക്കാം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക. വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ബോറടിക്കും. അപ്പോൾ നിങ്ങൾ ആ ഹോബി എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഹോബി നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു ടീച്ചർ ആയിക്കൊണ്ട് നിങ്ങളുടെ ഹോബി എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇപ്പൊ LP സെക്ഷനിൽ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ UP സെക്ഷനിലാകുമ്പോൾ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ബോർഡും ചോക്കൊക്കെ ആ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് ബോർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിന്റെ അവസാനം ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാം 5, 7, 9 പാഠപുസ്തകങ്ങൾ SCERTയുടെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ 5, 7 എന്നൊക്കെ പറയുമ്പോൾ UP സെക്ഷൻ ആണ്. അപ്പൊ മാറിയ പാഠപുസ്തകങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കാരണം UP സെക്ഷൻ എന്ന് പറയുന്നത് 5, 7 തുടങ്ങിയ ക്ലാസ്സുകൾ ഉൾപ്പെടുന്നതാണ്. അപ്പൊ 5, 7 9 പാഠപുസ്തകങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ 5ലെയും 7ലെയും മാറിയ പാഠപുസ്തകങ്ങളുടെ പ്രത്യേകത എന്താണ് നേരത്തെക്കാളും കൂടുതലായിട്ട് പ്രത്യേകത ഉള്ളത്? എന്താണ് അതിന്റെ പ്രത്യേകത? കൂടുതൽ പോയിന്റ്സ് ഈ തവണ 5ലും 7ലും ആക്ടിവിറ്റി ബേസ്ഡ് ആയാലും കൂടുതൽ ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് ആയാലും കൂടുതൽ പോയിന്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒരുപാട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ തവണത്തെ 5, 7, 9 തുടങ്ങിയ പാഠപുസ്തകങ്ങൾ. ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 9ാം ക്ലാസ്സിലൊക്കെ പാഠപുസ്തകം അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് ഈ തവണ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാറ്റം, പഴയുന്ന ഒരുപാട് മാറ്റം ഈ തവണത്തെ SCERT പാഠപുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു പറയാവുന്നതാണ്. അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് കൂടുതൽ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പാഠപുസ്തകമാണ് ഈ തവണ വന്നിരിക്കുന്നത്. അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ തവണത്തെ പാഠപുസ്തകങ്ങളിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങിയത് അവസാനിക്കുന്ന വരെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, വളരെ പൊളൈറ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക, നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് പോകുക. എന്തൊക്കെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം ഒരു ഇന്റർവ്യൂ എന്ന രീതിയിൽ നമ്മുടെ ഡ്രസ് കോഡ് എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ LP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു മെയിൻ ഫോക്കസ് ചെയ്ത് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് മുതൽ UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്തു പോവുക. അപ്പൊ നിങ്ങൾ UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 10 മോഡൽ എക്സാമും റെഡിയാണ് കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ UPSC ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ തന്നെ 10 മോഡൽ എക്സാമും നൽകുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.